നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതി നൽകിയ സമയപരിധി ഇന്നലെ അവസാനിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ എൻകാഷ് ചെയ്ത ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ മാർച്ച് 6 മുൻപ് സമർപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കൈമാറാൻ സാവകാശം തേടി SBI സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ജൂൺ 30 വരെ നീട്ടണമെന്ന് ബാങ്ക് മാർച്ച് 4 ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഹർജി ഇതുവരെ സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ഓരോ ഇലക്ട്രൽ ബോണ്ട് ഇടപാടും സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ഫെബ്രുവരി 15 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം മാർച്ച് 13 SBI നൽകുന്ന വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. SBI ഇതുവരെ ഒരു വിശദാംശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാത്തതിനാൽ ഈ ഉത്തരവും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യുന്നത് ഉടൻ തന്നെ നിർത്താൻ SBIയോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയും മാർച്ച് 6 വിശദാംശങ്ങൾ നൽകാനുമാണ് നിർദ്ദേശമുണ്ടായിരുന്നത്. ഈ വിവരങ്ങളിൽ എൻകാഷ്മെന്റ് തീയതിയും ഇലക്ട്രൽ ബോണ്ടിന്റെ മൂല്യവും ഉൾപ്പെടുത്തണം. 2018 ഇലക്ട്രൽ ബോണ്ട് സ്കീം ആരംഭിച്ച ശേഷം 29 ഘട്ടങ്ങളിലായി 15.30 കോടി രൂപ വിലമതിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ വിറ്റതായി കഴിഞ്ഞ വർഷം SBI വ്യക്തമാക്കിയിരുന്നു. 2019 22 ഇടയിൽ നാസിക്ക് ആസ്ഥാനമായുള്ള ഇന്ത്യ സെക്യൂരിറ്റി പ്രസ് 28,531.5 കോടി രൂപയുടെ 67,400-250 ഇലക്ട്രൽ ബോണ്ടുകളെങ്കിലും അച്ചടിച്ചു. ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ച് ഏതൊരു വ്യക്തിക്കും കമ്പനിക്കും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പണം സംഭാവന ചെയ്യാനോ സാമ്പത്തിക സഹായം നൽകാനോ കഴിയും.